മലേഷ്യത്തെ ഏറ്റവും ടോപ്പ് ഫുഡ് ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഷെഫീഖ് ഉസ്താൻ ഞങ്ങളെ കൊണ്ടുപോയത്. പാർക്കിംഗ് ഒരുപാട് ദൂരത്തായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു. ഫുഡ് കിട്ടുന്ന കണ്ടാ പിന്നെ എന്ത് മഴ. കയറുമ്പോ തന്നെ വെൽക്കം ചെയ്യാൻ കുറച്ച് ടീം അവിടെ ഇരിക്കുന്നുണ്ട്, കിളി പോയ ടീം. അതിൽ ഈ ചങ്ങായി ഭയങ്കര ഇൻട്രോവേർട്ട് ആട്ടോ, ഭയങ്കര മടിയാണ്. പിന്നെ ഈ മുടിയന്റെ പ്രസംഗവും പറഞ്ഞ് ഫുള്ളായില്ല. അപ്പത്തിന് ഞങ്ങൾ നേരെ ഉള്ളിൽ കൂടി. ബാബുൽ യമാൻ എന്നാണ് ഈ ഹോട്ടലിന്റെ പേര്. കുറച്ച് അറബികൾ കൂടിയാണ് ഇത് നടത്തുന്നത്. ഒരുപാട് ഐറ്റംസ് ഫുഡുകൾ ഉണ്ടെങ്കിലും മന്തിയാണ് ഇവിടുത്തെ മെയിൻ. ഇവിടെ ആടിന്റെ സൂപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, ആർക്കും ഇഷ്ടമുള്ള അത്ര എടുത്ത് കുടിക്കട്ടോ. അവിടെ എല്ലാവർക്കും ഫ്രീ ആണ്. പിന്നെ സലാഡ് വന്നപ്പോഴും നമ്മളെ മൈൻഡിൽ ഫുള്ള് മന്തിന്റെ വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളെ കാത്തിരിപ്പിനൊടുവിൽ മുഖ്യാതിഥി എത്തി. എന്റെ മോനെ ആ സ്മെല്ലടിച്ചപ്പോ കിട്ടിയ ഒരു ഫീലേ വലിയൊരുന്നാളും ചെറിയൊരുന്നാളും ഒപ്പം വന്നാലും കൂടി ഇത്ര സന്തോഷം ഉണ്ടാവില്ല. കുറെ റീൽസിലും വീഡിയോസിലും മാത്രമേ ഞാൻ നല്ല വെന്ത ആടുമന്തി ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. ഒരുപാട് ആഗ്രഹിച്ച ഒരു സംഭവം കയ്യിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു ഫീലിൽ ഒരു സോഫ്റ്റ് പീസൊക്കെ എടുത്ത് അതിൽ വെച്ച് സലാഡും കൂട്ടി ചുരുട്ടി പിടിച്ചൊരു പിടുത്തം കണ്ട് പിടിച്ചാൽ യാ അല്ലാ. ഞങ്ങൾ 5-8 പേര് കഴിച്ചപ്പോ ഏകദേശം 5000 രൂപ ബില്ലായിട്ടോ. പക്ഷെ അതിന് യാതൊരു ടെൻഷനും തോന്നൂല ആ പൈസ കൊടുക്കണോണ്ട്. പിന്നെ ആടിന്റെ എല്ലിന്റെ ഉള്ളിൽ നിന്ന് മജ്ജെടുക്കുന്ന സ്കീമൊക്കെ ഉണ്ട്, പെരും ടേസ്റ്റ് ആണ് ഇത്. പിന്നെ കറാമ്പൂന്റെ ഏലക്കന്റെ ഒക്കെ ചോയുള്ള അവരെ സിഗ്നേച്ചർ ടീ എത്ര ഉണ്ടാക്കാൻ നോക്കിയാലും ഈ ഫീല് കിട്ടൂല. പിന്നെ അതിന്റെ ശേഷമുള്ള ഒരു ഡെസേർട്ട് ഒക്കെ ഉണ്ടായിരുന്നിട്ട് മന്തി അടിച്ച് കയറ്റിട്ട് എനിക്ക് തിന്നാനുള്ള സ്പേസ് ഒന്നും കിട്ടിയില്ലേ. പിന്നെ നമ്മളെ നാട്ടിലത്തെ ഷവായും തന്തൂരിയൊക്കെ ഇങ്ങനെ കടന്ന് തിരിയുണ്ട് കേട്ടോ. പുറത്തിറങ്ങിയ കോലാലംപൂർ ടൗണിൽ നിന്ന് ഒരു ഇച്ചിരി മാറിയിട്ട് ഒരു ഗല്ലിയിലാണ് ഈ ഹോട്ടലില്. കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ. ഗല്ലിയിൽ കുറെ ടീമുകൾ ഉണ്ട് കേട്ടോ. ഈ വാതിൽക്ക് കൂടെ ഇറങ്ങിയാൽ ഒരു ക്ലബ്ബാ തോന്നുന്നു. അവിടുന്ന് കുറെ ആളുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ എന്താ ഗല്ലിന്റെ വേറൊരു മൂലൊക്കെ വേറെ ടീം. അതിന്റെ ഇടയിൽ കൂടെ ഞാനൊരു പാകിസ്ഥാനി കുട്ടിനെ കണ്ടോ. എന്ത് ഭംഗിയാന്നറിയോ കുട്ടിനെ കാണാൻ. ഞാൻ കുറെ നേരം അവനെങ്ങനെ നോക്കിന്ന്. പിന്നെ അവന്റെ ഉപ്പാനോട് വർത്താനം പറഞ്ഞപ്പോ പാകിസ്ഥാനിലെ തുർക്കിയാണെന്ന് മനസ്സിലായി. ചെക്ക് നമുക്ക് ഒരു ലേക്കൊക്കെ ഇട്ടുന്നിട്ടാ. ഞാൻ എങ്ങനെയായാലും മന്തിന്റെ മയക്കത്തിലാണ്. അടുത്ത വിശേഷങ്ങളുമായി കാണാം. അസ്സലാമ.